ഈശ്വരേറ്റവും പ്രിയപ്പെട്ടവരെ, തിരുവിഷ്ടം മീഡിയയിലേക്ക് സ്വാഗതം. കാഴ്ചശക്തി പരമപ്രധാന ഒരു കാര്യമാണ്. കണ്ണുള്ളപ്പോൾ അതിന്റെ വില പലപ്പോഴും നമുക്ക് മനസ്സിലാവില്ലെങ്കിലും പെട്ടെന്നൊരു ദിനം അന്ധനായി പോകുന്നുവെന്ന് വന്നാൽ ജീവിതം പരിമിതപ്പെട്ടു പോകുന്ന നമുക്ക് മനസ്സിലാവും. അന്ധരായ അനേകർ നമ്മുടെ ചുറ്റുപാടുകളിൽ ജീവിക്കുന്നുണ്ട്. അവരുടെ ജീവിതം എത്രത്തോളം പരിമിതപ്പെട്ടതാണെന്നും അവരുടെ ജീവിതത്തിന്റെ സുഗമമായ യാത്ര തടസ്സപ്പെടുന്നത് നമുക്ക് കാണാം. പരാശ്രയമില്ലാതെ അവർക്ക് മുന്നോട്ട് പോകാൻ സാധ്യമല്ല. കാഴ്ച പ്രധാനപ്പെട്ടൊരു കാര്യമാണ് എന്ന് നമുക്കറിയാം. എന്നാൽ കാഴ്ചയേക്കാൾ പ്രധാനപ്പെട്ടതാണ് ഉൾക്കാഴ്ച എന്ന് തിരിച്ചറിയണം. ബാഹ്യമായ കാഴ്ച താൽക്കാലികമായ ജീവിതത്തിന് അത്യാവശ്യമാണ്. നമുക്ക് നടക്കാനോ ഭക്ഷിക്കാനോ എന്തെങ്കിലും പ്രവൃത്തിയിൽ ഏർപ്പെടാനോ കഴിയണമെങ്കിൽ കണ്ണുണ്ടാകണം. ആ കണ്ണ് ശരീരത്തിന് വിളക്കാണെന്ന് കർത്താവ് തന്നെ പറയുന്നുണ്ട്. ശരീരത്തെ മുഴുവൻ പ്രകാശിപ്പിക്കുന്നത് കണ്ണാണ്. ജീവന്റെ അടയാളം കാണുന്നതും കണ്ണിലാണ്. അതുകൊണ്ട് കാഴ്ച പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. വിശുദ്ധ മത്തായി സുവിശേഷത്തിൽ 2 അന്ധന്മാരെ സുഖപ്പെടുന്ന സംഭവം നമുക്ക് വായിക്കാൻ പറ്റും. വിശുദ്ധ മത്തായി സുവിശേഷം 9-ാം അധ്യായത്തിൽ 27 മുതൽ 31 വരെ തിരുവചനങ്ങളിൽ 2 അന്ധർ യേശുവിനെ കാണുമ്പോൾ വിളിക്കുകയാണ്, ദാവീദിന്റെ പുത്ര, ഞങ്ങളിൽ കനിയണമേ. വാസ്തവത്തിൽ അവർ നേരിട്ട് കണ്ണുകൊണ്ട് കാണുകയല്ല, ചുറ്റുപാടുകളിൽ നിന്ന് മനസ്സിലാക്കുകയാണ്. യേശു കടന്നു പോകുന്ന വഴിയിലിരിക്കുന്ന 2 പേർ, അന്ധന്മാരായവർ, യേശുവിനെ കാണുന്നത് സ്വന്തം കണ്ണുകൾ കൊണ്ടല്ല, ചുറ്റുപാടുകളുടെ കണ്ണുകൊണ്ടാണ്. അങ്ങനെ ജനക്കൂട്ടത്തിന്റെ ആരവത്തിൽ നിന്ന്, സംഭാഷണത്തിൽ നിന്ന് ഒക്കെ യേശുവാണ് വരുന്നതെന്ന് തിരിച്ചറിയുമ്പോൾ അവർ വിളിക്കുന്നത് യേശുവെ എന്നല്ല, ദാവീദിന്റെ പുത്ര എന്നാണ്. ജനം അറിയുന്നത് യേശു എന്ന നാമമാണ്. നസ്രായൻ എന്ന് വിളിക്കുന്നു. ഗുരുവായി പലരും കാണുന്നു. അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കുന്നവൻ ഒരു പ്രവാചകനാണെന്ന് കരുതുന്നവരൊക്കെ അക്കൂട്ടത്തിലുണ്ട്. അവരൊക്കെ കണ്ണുകൊണ്ട് യേശുവിനെ കാണുന്നവരാണ്, യേശുവിന്റെ പേരറിയുന്നവരാണ്. പക്ഷെ കണ്ണുകൊണ്ട് കാണാത്ത 2 പേർ യേശുവിനെ വിളിക്കുകയാണ്, ദാവീദിന്റെ പുത്ര, ഞങ്ങളിൽ കനിയണമേ. ദാവീദിന്റെ പുത്ര, ഞങ്ങളിൽ കനിയണമേ എന്ന് പറയുമ്പോൾ യേശു ദൈവം തന്നെയാണെന്ന് അവർ ഏറ്റുപറയുന്നുണ്ട്. എവിടെ നിന്നാണ് അവർക്ക് അറിവുണ്ടാകുക? 2 സാമുവേലിന്റെ പുസ്തകത്തിൽ 7-ാം അധ്യായത്തിൽ 12-ാം തിരുവചനം, ദാവീദിനോട് ദൈവം പറയുന്ന വാക്കുകൾ അവർ വിശ്വസിക്കുന്നു. നിന്റെ ദിനങ്ങൾ പൂർത്തിയായി നീ പിതൃക്കളോട് ചേരുമ്പോൾ നിന്റെ ഔരസപുത്രനെ ഞാൻ ഉയർത്തും, അവന്റെ രാജ്യം സുസ്ഥിരമായിരിക്കും. അങ്ങനെ ദാവീദിന്റെ വംശത്തിൽ പിറന്ന, ദാവീദിന്റെ പിൻതലമുറയായി വന്ന രക്ഷകനായ ഒരുവനാണ് ക്രിസ്തുവെന്ന് ഈ അന്ധന്മാർക്ക് എങ്ങനെയാണ് മനസ്സിലാകുക? അവരുടെ കാഴ്ച ഭൗമികമായ കാഴ്ചയല്ല, ആന്തരികമായ കാഴ്ചയാണ്. നാം ബാഹ്യമായ കാഴ്ചയുള്ളവരാണ്, പക്ഷെ പലപ്പോഴും ആന്തരികമായി കാഴ്ചയില്ലാത്തവരും. നമുക്ക് യഥാർത്ഥത്തിൽ കാഴ്ച വേണ്ടത് ആന്തരികമായിട്ടാണ്. ബാഹ്യമായുള്ള കാഴ്ചകൾ ഭൗതിക ലോകത്തെ താൽക്കാലികതകളിൽ ജീവിക്കാൻ നമുക്ക് ആവശ്യമുണ്ട്, അത് അനാവശ്യമാണെന്നല്ല. പക്ഷേ അതിനേക്കാൾ കൂടുതൽ ഒരു അകക്കാഴ്ച ഉണ്ടാകണം, ആന്തരികമായ കാഴ്ച ഉണ്ടാകണം. അങ്ങനെ ആന്തരികമായ കാഴ്ചയില്ലെങ്കിൽ നമുക്ക് ജീവിതത്തെ യാഥാർത്ഥ്യബോധത്തോടെ സമീപിക്കാൻ സാധ്യമല്ല, അഥവാ ജീവിതത്തിൽ വിജയം വരിക്കാൻ സാധ്യമല്ല. ഭൗമികമായ കാഴ്ചകൾ പരിമിതങ്ങളാണ്. ആ കാഴ്ചകൾ യാഥാർത്ഥ്യം തന്നെ ആവണമെന്ന് നിർബന്ധമില്ല. 2.5 സെക്കൻഡ് കാഴ്ച കണ്ടാൽ അത് നമ്മൾ ഉള്ളിൽ കയറുമെന്നാണ് പറയുക. നമ്മൾ കാണുന്ന പലതും ഉള്ളതുമല്ല. നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങുന്നു. വാസ്തവത്തിൽ നക്ഷത്രങ്ങൾ മിന്നുന്നുമില്ല, തിളങ്ങുന്നുമില്ല. അതിന് 5 മൂലയുള്ളതായിട്ട് നമുക്ക് തോന്നുന്നു. അങ്ങനെയൊന്നുമില്ല. ഇതൊക്കെ നമ്മുടെ തോന്നലുകൾ മാത്രമാണ്. വാസ്തവത്തിൽ കണ്ണിന്റെ ചെപ്പിടി വിദ്യയാണെന്ന് പറയാം, അല്ലെങ്കിൽ കാഴ്ചയുടെ ചെപ്പിടി വിദ്യയാണെന്ന് പറയാം. അങ്ങനെ കാണുന്നത് പലതും മായാക്കാഴ്ചകളാണ്. നമ്മുടെ കരണം കാണുന്ന കാര്യങ്ങൾ അയഥാർത്ഥങ്ങളും അവാസ്തവികങ്ങളും തലകീഴായി മറിഞ്ഞതും ചെറുതുമൊക്കെയാണ്. അതിനെ പൂർത്തീകരിക്കുന്നത് നമ്മുടെ അകമാണ്. ഈ അകം തെളിഞ്ഞതല്ലെങ്കിൽ പുറത്തെ കാഴ്ചകൾക്ക് വ്യക്തത ഉണ്ടാവില്ല. അതിനേക്കാൾ കൂടുതൽ ആഴത്തിൽ ഉണ്ടാവേണ്ട കാഴ്ചയാണ് ഉൾക്കാഴ്ച. ഒരു കാര്യം കാണുമ്പോൾ, ഒരു ജീവിത സന്ദർഭം കാണുമ്പോൾ, ഒരു ജീവിതാനുഭവം കാണുമ്പോൾ അതെന്താണെന്ന് തിരിച്ചറിയാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ നമുക്ക് സത്യമാർഗത്തിൽ ചലിക്കാൻ സാധ്യമല്ല.
വെളിപാട് പുസ്തകത്തിൽ 3-ാം അധ്യായത്തിൽ 18-ാം തിരുവചനത്തിൽ വചനം ഇങ്ങനെ നമ്മൾ പറയും, നീ അന്ധനാണ്. നമ്മൾ കാഴ്ചയുള്ളവരാണെന്ന് കരുതിയിരിക്കുമ്പോഴാണ് ഈ വചനം പറയുന്നത് നീ അന്ധനാണ്. അതുകൊണ്ട് അഞ്ജനം എന്നോട് വാങ്ങിക്കുക. വിശുദ്ധ യോഹന്നാൻ സുവിശേഷത്തിൽ 9-ാം അധ്യായത്തിൽ 39-ാം തിരുവചനം പറയുന്നുണ്ട്, കാഴ്ചയില്ലാത്തവർ കാണുകയും കാഴ്ചയുള്ളവർ അന്ധരായി തീരുകയും ചെയ്യേണ്ടതിന് ന്യായവിധിക്കായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഒരു അന്ധനെ സുഖപ്പെടുത്തിയിട്ട് കർത്താവ് പറയുന്ന വാക്കുകളാണ്. കാണുന്നുവെന്ന് കരുതുന്ന നമ്മൾ പലതും കാണുന്നില്ല. അതുകൊണ്ട് ഉൾക്കാഴ്ചയില്ലാതെ പോകുന്നൊരു ജീവിതം പരിതാപകരമാണ് എന്ന് തിരിച്ചറിയണം. നമ്മുടെ ജീവിതത്തിൽ ഉൾക്കാഴ്ചകളില്ല, നമുക്ക് പലതും തിരിച്ചറിയാൻ കഴിയുന്നില്ല എന്നതാണ് ജീവിതത്തെ നേരിടാൻ നമുക്ക് കഴിയാതെ പോകുന്നതിന് പിന്നിലുള്ളത്. കൊളോസ്യർ ലേഖനത്തിൽ 1-ാം അധ്യായത്തിൽ 9-ാം തിരുവചനം പറയുന്നത് ഈ കാര്യത്തെക്കുറിച്ചാണ്. നിങ്ങൾക്ക് ഉൾക്കാഴ്ച ഉണ്ടാകാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എന്തിനാണ് സഭാപ്രബോധനങ്ങളും കത്തുകളും ഒക്കെ നമുക്ക് നൽകുന്നത്? ഉൾക്കാഴ്ചയിലേക്ക് തിരിയാൻ വേണ്ടിയാണ്. നമുക്ക് പലതും കാണാൻ കഴിയുന്നില്ല, ജീവിതത്തിന്റെ അർത്ഥം മനസ്സിലാകുന്നില്ല, ഒരു വേദന എന്തുകൊണ്ടെന്ന് തിരിച്ചറിയാൻ കഴിയുന്നില്ല, ഉൾക്കാഴ്ചയില്ലാതെ പോകുന്നതുകൊണ്ടാണ്. മനുഷ്യജീവിതത്തിന്റെ നിരർത്ഥകത അല്ലെങ്കിൽ നിസ്സാരത തിരിച്ചറിയാൻ കഴിയാതെ പോകുന്നു. ഉൾക്കാഴ്ചയില്ലാത്തത് മൂലമാണ്. ജീവിതത്തിന് പ്രതികൂലമുണ്ടാകുമ്പോൾ തകർന്നു പോകുന്നവരെ നമ്മൾ കണ്ടിട്ടില്ലേ? മുൻപോട്ട് ജീവിതം നയിക്കാൻ കഴിയാത്ത വിധം ജീവിതത്തിന്റെ എല്ലാ സാധ്യതകളും അടഞ്ഞു പോകുന്നതായി കണ്ട് ആത്മഹത്യ ചെയ്യുന്നവർ ഉൾക്കാഴ്ചയില്ലാതെ പോകുന്നതുകൊണ്ടാണ്. സമ്പത്തിൽ ആർത്തിയുള്ളവരായി മാറുന്നതും അതിൽ കെട്ടപ്പെട്ടു പോകുന്നതും ജീവിതത്തിന്റെ സാധാരണത്വങ്ങളെയൊക്കെ ഈ സമ്പത്ത് വരിഞ്ഞു മുറുക്കുന്നതും സ്വസ്ഥതയില്ലാണ്ടായി പോകുന്നതും ഒക്കെ ഉൾക്കാഴ്ച നഷ്ടപ്പെട്ടു പോകുമ്പോഴാണ്. ഒരുവന്റെ കണ്ണിലെ കണ്ണീര് കാണാൻ കഴിയാതെ പോകുന്നത്, ഒരുവന്റെ ഹൃദയവധ മനസ്സിലാക്കാൻ കഴിയാതെ പോകുന്നത്, വിശക്കുന്നവനെ തിരിച്ചറിയാൻ കഴിയാതെ പോകുന്നത്, ദൈവത്തെ മനുഷ്യനിൽ കാണാൻ കഴിയാതെ പോകുന്നത് ഉൾക്കാഴ്ചയില്ലാതെ പോകുമ്പോഴാണ്. അതുകൊണ്ട് ഉൾക്കാഴ്ച പരമപ്രധാനം. നമുക്ക് കാഴ്ചയുണ്ട്, ആ കാഴ്ച പരിമിതമായ കാഴ്ചയാണ്. ആന്തരികമായ ഒരു കാഴ്ച നമുക്കുണ്ടാകേണ്ടതുണ്ട്. സുവിശേഷത്തിൽ ഈശോ ഈ അന്ധന്മാരോട് ചോദിക്കുന്നുണ്ട്, നിങ്ങളത് വിശ്വസിക്കുന്നുവോ? നിങ്ങൾക്ക് കാഴ്ച നൽകാൻ എനിക്ക് കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവോ? അവര് പറയും, ഉവ്വ് കർത്താവേ. അവരങ്ങനെ പറയാൻ കാരണം എന്താണ്? ദാവീദിന്റെ പുത്രനാണ് യേശു എന്ന് അവർ വിശ്വസിക്കുന്നു, അഥവാ ദൈവം തന്നെയാണ് യേശു എന്ന് അവർ വിശ്വസിക്കുന്നു. മാത്രമല്ല, അപ്രകാരം ദൈവം തന്നെയാണ് അവനെന്നതുകൊണ്ട് അവന് കാഴ്ച നൽകാൻ കഴിയുമെന്ന് യെശയ്യാ പ്രവചനം പറഞ്ഞിട്ടുള്ളത് അവർക്കറിയാം. ഹൃദയത്തിൽ ആ ബോധ്യമുണ്ട്. യെശയ്യാ പ്രവാചകൻ പറഞ്ഞിരിക്കുന്നു, യേശു കാഴ്ച നൽകുന്നവനാണ്, അല്ലെങ്കിൽ അന്ധരെ അന്ധതയിൽ നിന്ന് വിമോചിപ്പിക്കുന്നവനാണ്. യെശയ്യാ പ്രവചനത്തിൽ 42:7 നമ്മൾ വായിക്കും, അന്ധർക്ക് കാഴ്ച നൽകുന്നതിനും തടവുകാരെ തടവറയിൽ നിന്ന് മോചിപ്പിക്കുന്നതിനും അന്ധകാരത്തിലിരിക്കുന്നവരെ ഇരുട്ടറയിൽ നിന്ന് മോചിപ്പിക്കുന്നതിനും ഞാൻ നിന്നെ ജനത്തിന് ഉടമ്പടിയും ജനതകൾക്ക് പ്രകാശവുമായി നൽകിയിരിക്കുന്നു. അപ്രകാരം പ്രകാശമായി നൽകപ്പെട്ടവനാണ് മുന്നിലൂടെ കടന്നു പോകുന്നവൻ എന്ന് തിരിച്ചറിയുന്നത് കൊണ്ടാണ് ദാവീദിന്റെ പുത്ര എന്ന് വിളിക്കുന്നത്. കാഴ്ച നൽകാൻ കഴിവുള്ളവനാണ് എന്ന് വിശ്വസിക്കുന്നുവെന്ന് ഈ അന്ധറേറ്റ് പറയുന്നത്. കണ്ണുകൊണ്ട് കാണാത്തൊരു കാര്യം ഹൃദയം കൊണ്ട് കാണുന്നത് കൊണ്ട്, ഹൃദയത്തിന് കാഴ്ചയുള്ളത് കൊണ്ട് ആത്മാവിന്റെ പ്രകാശത്തിൽ ക്രിസ്തുവാകുന്ന പ്രകാശത്തെ അവർക്ക് തിരിച്ചറിയാൻ കഴിയുന്നുണ്ട്. മിസ്റ്റർ ലൂക്കാസ് സുവിശേഷത്തിൽ 4-ാം അധ്യായത്തിൽ 18-ാം തിരുവചനത്തിൽ യേശു എന്തിനാണ് ഭൂമിയിലേക്ക് വന്നത് എന്ന് വചനം നമ്മോട് പറയുന്നുണ്ട്. യെശയ്യാ പ്രവാചകന്റെ പ്രവചനം വായിച്ചുകൊണ്ടാണ് സുവിശേഷത്തിൽ യേശു അത് പറയുന്നത്. കർത്താവിന്റെ ആത്മാവിന്റെ ബലുണ്ട്, ദരിദ്രരെ സുവിശേഷം അറിയിക്കാൻ അവിടെ നിന്ന് അയച്ചിരിക്കുന്നു. ബന്ധിതർക്ക് മോചനവും അന്ധർക്ക് കാഴ്ചയും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും കർത്താവിന്റെ സ്വീകാര്യമായ വത്സരം പ്രഖ്യാപിക്കാൻ അവിടെ നിന്ന് അയച്ചിരിക്കുന്നു. അങ്ങനെ അയക്കപ്പെട്ടവനാണ് ക്രിസ്തുവെന്ന് തിരിച്ചറിയുന്നത് കൊണ്ട് തങ്ങൾക്ക് കാഴ്ച നൽകാൻ യേശുവിന് കഴിയുമെന്ന് ഉറച്ചു വിശ്വസിച്ച് ഉവ്വ് കർത്താവെ അങ്ങേക്ക് കഴിയുമെന്ന് പറയാൻ ഈ അന്ധർക്ക് കഴിയുന്നു. കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്തവർക്ക്, ആളെ തിരിച്ചറിയാൻ കഴിയാത്തവർക്ക് ആളത്വത്തിനപ്പുറം ഹൃദയതലത്തിൽ ഒരു കാഴ്ച ഉണ്ടാകുന്നു. വിശ്വാസത്തിന്റെ കാഴ്ചയാണത്. വിശ്വാസം മൂലമാണ് യഥാർത്ഥത്തിൽ നമ്മുടെ കാഴ്ചയുടെ പരിമിതികളെ മറികടക്കാൻ നമുക്ക് പറ്റുക. വിശ്വാസം കൊണ്ടാണ് നമുക്ക് ഭൗമികതയുടെ തടസ്സങ്ങളെ മറികടക്കാൻ കഴിയുക.
താൽക്കാലികതകളെ മറികടന്ന് അതിനപ്പുറത്തുള്ള ലോകത്തെ കാണാൻ കഴിയുമ്പോൾ മാത്രമാണ് നമുക്ക് നമ്മുടെ ജീവിതത്തെ ലക്ഷ്യസ്ഥാനത്തെത്തിക്കാൻ പറ്റുക. അതുകൊണ്ട് വിശ്വാസം എന്ന ഉറപ്പുള്ള ഒരു തലത്തിൽ നിന്ന് മാത്രമേ ജീവിതത്തിൽ ക്രിസ്തു അനുഭവത്തിലേക്ക് എത്തിച്ചേരാൻ കഴിയൂ എന്നാണ് വചനം ഓർമ്മിപ്പിക്കുന്നത്. അവരെ അവൻ സുഖപ്പെടുത്തുമ്പോൾ യഥാർത്ഥത്തിൽ വെളിപ്പെടുത്തുന്നത് വിശ്വാസത്തിന്റെ നയനങ്ങൾ കൊണ്ട് അവനെ കാണുന്നവർക്ക് മാത്രമേ, ആന്തരികമായ കാഴ്ചയുള്ളവർക്ക് മാത്രമേ രക്ഷയിലേക്ക് പ്രവേശിക്കാൻ കഴിയൂ, രക്ഷ അനുഭവിക്കാൻ കഴിയൂ. യേശു അന്ധനെ സുഖപ്പെടുത്തുന്നത് കേവലമായ ഒരു അത്ഭുതം പ്രവർത്തിക്കാൻ വേണ്ടിയല്ല, ഒരു അടയാളമായിട്ടാണ്. യേശുവിന്റെ പ്രവൃത്തികളെ അത്ഭുതങ്ങളായി കാണുന്നവർ ഇന്നുമുണ്ട്. അതുകൊണ്ട് ധ്യാനങ്ങൾ കൂടുമ്പോഴും തീർത്ഥാടനങ്ങൾക്ക് പോകുമ്പോഴും പ്രാർത്ഥനാ വേളകളിൽ പങ്കെടുക്കുമ്പോഴും ഒക്കെ അത്ഭുതങ്ങൾ സംഭവിക്കുന്നത് കാണാൻ നമുക്ക് താല്പര്യമുണ്ട്. നമ്മുടെ കണ്ണുകൾ അത്ഭുതങ്ങളുടെ നേരെ തുറക്കുന്നു, അടയാളങ്ങളെ നേരെ തുറക്കാതെ പോകുന്നു. യേശു അന്ധനെ സുഖപ്പെടുത്തിയതും രോഗികളെ സൗഖ്യപ്പെടുത്തിയതും മരിച്ചവനെ ഉയർപ്പിച്ചതും വെള്ളത്തിന്റെ മീതെ നടന്നതും കാറ്റിനെയും കടലിനെയും ശാന്തമാക്കിയതും ഒക്കെ പ്രത്യക്ഷത്തിൽ അത്ഭുതങ്ങളായി നമുക്ക് തോന്നാം. യഥാർത്ഥത്തിൽ അവ അടയാളങ്ങളാണ്. ആ അടയാളങ്ങളിലൂടെ ക്രിസ്തു വെളിപ്പെടുത്തിയത് നിങ്ങളുടെ വിമോചകൻ ഞാനാണെന്നാണ്, നിങ്ങൾക്ക് സ്വാതന്ത്ര്യം നൽകുന്നവൻ ഞാനാണെന്നാണ്, കർത്താവിന് സ്വീകാര്യമായ വത്സരം പ്രഖ്യാപിക്കാൻ വന്നവൻ താനാണെന്നാണ്. കുരിശിലെ യാഗത്തിലൂടെ മാനവകുലത്തെ വിമോചിപ്പിക്കുന്നവനാണ് താനെന്ന് വെളിപ്പെടുത്താൻ വേണ്ടിയാണ് യേശു ഓരോ അത്ഭുതങ്ങളും പ്രവർത്തിച്ചത്. ഈ അത്ഭുതങ്ങളെ നേർക്കണ്ണോടെ കാണുമ്പോൾ അത് സാധാരണ കാഴ്ചയാകും. ഈ അത്ഭുതങ്ങളുടെ പുറകിലുള്ള അടയാളങ്ങളെ തിരിച്ചറിയാൻ കഴിയുമ്പോൾ നിശ്ചയമായിട്ടും അത് ഉൾക്കാഴ്ചയായിട്ട് മാറും. അങ്ങനെ ഉൾക്കാഴ്ചയായിട്ട് മാറുമ്പോൾ മാത്രമേ ജീവിതത്തിന് അർത്ഥം കണ്ടെത്താൻ പറ്റൂ. അതല്ലെങ്കിൽ ജീവിതം നിരർത്ഥകം. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു കുഞ്ഞായി പിറക്കുന്നു, 10-18 വർഷത്തോളം മാതാപിതാക്കളുടെ തണലിൽ ജീവിക്കുന്നു, കഠിനമായി വിദ്യ അഭ്യസിക്കുന്നു, കഷ്ടപ്പെടുന്നു. അങ്ങനെ കഷ്ടപ്പെട്ട് ഒരു ജോലി അന്വേഷിക്കുന്നു, വ്യാകുലതകൾ അനുഭവിക്കുന്നു, ജീവിതം പടുത്തുയർത്തുന്നു. ഇങ്ങനെയൊക്കെ മുൻപോട്ട് പോയിട്ട് എന്തിനാണ് എന്ന് ചോദിച്ചാൽ അവസാനം മരിക്കുന്നു എന്നല്ലാതെ വേറെ ഉത്തരം പറയാനില്ല. ഭൗമിക ജീവിതം എന്താണ് ബാക്കിയാക്കുക എന്ന് ചോദിച്ചാൽ മരിക്കും എന്നല്ലാതെ പറയാൻ നമ്മുടെ പക്കലൊന്നുമില്ല. ഈ ലോകത്തിലെ കഷ്ടപ്പാടുകളും അധ്വാനങ്ങളും എന്തിനു വേണ്ടിയായിരുന്നു എന്ന് ചോദിച്ചാൽ അതെല്ലാം നഷ്ടപ്പെടലുകളായിരുന്നു എന്ന് മാത്രമേ തിരിച്ചറിയാൻ കഴിയൂ. വാസ്തവത്തിൽ ഒരു ജീവിതത്തിനകത്ത് ഒളിഞ്ഞിരിക്കുന്ന രക്ഷാകരമായൊരു ശക്തിയെ, രക്ഷാകരമായൊരു അനുഭവത്തെ തിരിച്ചറിയാൻ നമുക്ക് കഴിയണമെങ്കിൽ നിശ്ചയമായിട്ടും ആന്തരികാർത്ഥം അറിയാൻ പറ്റണം. പ്രകൃതത്തിനപ്പുറം മനുഷ്യന് ഭാവാത്മകമായൊരു തലമുണ്ടെന്ന് കാണാൻ കഴിയണമെങ്കിൽ ഉൾക്കാഴ്ച ഉണ്ടാകണം, ബാഹ്യമായ കാഴ്ച പോരാ. കൊളോസ്യർ ലേഖനത്തിൽ വിശ്വാസികളുടെ നല്ല നടപടികളെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ട് ശ്ലീഹ അവസാനം പറയുന്നത് 9-ാം തിരുവചനത്തിൽ പറയുന്നത് നിങ്ങൾക്ക് ഉൾക്കാഴ്ച ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നുവെന്നാണ്. നാം നന്മ പ്രവൃത്തികൾ ചെയ്യുന്നു. നന്മ പ്രവൃത്തികൾ കേവലമായ ഔദാര്യം കൊണ്ട് ചെയ്യാം. മുൻപിൽ ഒരാൾ കഷ്ടപ്പെടുമ്പോൾ അയാളോട് സഹാനുഭൂതി തോന്നി അയാൾക്കൊരു നന്മ ചെയ്യാം. ആ നന്മ യഥാർത്ഥത്തിൽ പരിപൂർണത പ്രാപിക്കുന്നത് ഉൾക്കാഴ്ച ഉണ്ടാകുമ്പോൾ മാത്രമാണ്. ഉൾക്കാഴ്ച ഉണ്ടാകുമ്പോൾ മുൻപിൽ കാണുന്നയാൾ ക്രിസ്തുവായിട്ട് മാറും. അയാൾക്ക് ചെയ്യുന്ന നന്മ ക്രിസ്തുവിന് ചെയ്യുന്ന ആരാധനയായിട്ട് മാറും. അങ്ങനെ ക്രിസ്തുവിന് ആരാധനയായി സ്വയം സമർപ്പിക്കുമ്പോൾ അവനവനെ ഉപേക്ഷിക്കാനുള്ള വിളി സ്വീകരിച്ച് സ്വയം അർപ്പിക്കുന്നവനായി മാറുമ്പോൾ പരിപൂർണമായതെന്നതിലേക്ക് നമ്മളെത്തും. ഉൾക്കാഴ്ച അങ്ങനെയാകുമ്പോൾ ബാഹ്യതലത്തിൽ ചെയ്ത പ്രവൃത്തിയിൽ നിന്ന് എന്തെങ്കിലും വേണമെന്ന ആഗ്രഹമില്ലാതെയാവും. അപ്പോഴാണ് പ്രശസ്തിയോ അംഗീകാരമോ സ്നേഹമോ ഒന്നും പ്രതീക്ഷിക്കാതെ മറ്റുള്ളവർക്ക് വേണ്ടി സ്വയം സമർപ്പിക്കുന്നവരായി മാറാൻ നമുക്ക് പറ്റുക. ജീവിതത്തിൽ നാം ചെയ്യുന്ന ഓരോ പ്രവൃത്തികളും പരനന്മയ്ക്കായി മാറണം, അവരന് വേണ്ടിയായി തീരണം എന്നത് യഥാർത്ഥത്തിൽ ഒരു കേവലമായ മാനവിക ധാർമ്മികത എന്ന നിലയ്ക്കാണ് നമ്മൾ പരിഗണിക്കുന്നതെങ്കിൽ അതിന്റെ പുറകിൽ ഒരു ലക്ഷ്യമുണ്ടാകും. ആ ലക്ഷ്യം സ്വയം അംഗീകരിക്കപ്പെടണമെന്നോ പ്രശസ്തനാവണമെന്നോ മറ്റുള്ളവരാൽ സ്നേഹിക്കപ്പെടണമെന്നുള്ളതായി മാറും. അപ്രകാരം ചെയ്യുമ്പോഴൊക്കെ ആ പ്രവൃത്തി അതിന്റെ ഗുണകർമ്മത്തിൽ നിന്ന് മാറിപ്പോകും. അവയിൽ എന്തെങ്കിലും നഷ്ടപ്പെടുമ്പോൾ, പ്രശസ്തി കിട്ടാതെയാകുമ്പോൾ, അംഗീകാരം കിട്ടാതെയാകുമ്പോൾ, സ്നേഹം കിട്ടാതെയാകുമ്പോൾ ഈ ചെയ്ത പ്രവൃത്തി നിരർത്ഥകമായി നമുക്ക് തോന്നും. അങ്ങനെ നിരർത്ഥകമായി തോന്നുകയും അപ്രകാരം നമുക്ക് അംഗീകാരം നൽകാത്ത, നമ്മളെ പ്രശംസിക്കാത്ത, നമ്മെ സ്നേഹിക്കാത്ത ചുറ്റുപാടുകളോട് വിരോധമുള്ളവരായിട്ട് നമ്മൾ മാറും.
എന്നാൽ ക്രിസ്തുവിനാണ് ഇത് ചെയ്തു കൊടുക്കുന്നത് എന്ന ബോധ്യം ഉണ്ടായാൽ, ഈ ചെറിയവരിൽ ഒരുവൻ ഇത് ചെയ്തു കൊടുത്തപ്പോ എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത് എന്ന ക്രിസ്തു വചനത്തെ ഹൃദയം കൊണ്ട് കാണാൻ കഴിഞ്ഞാൽ, ഈ അവരിൽ ക്രിസ്തുവിനെ കാണാൻ കഴിഞ്ഞാൽ, ചെയ്യുന്ന പ്രവൃത്തികൾക്ക് ഒരു പ്രതിഫലച്ചയും ഇല്ലാതെ ചെയ്യാൻ കഴിയും. അവിടെ നാം ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ ദൈവാരാധനയായിട്ട് മാറും. അങ്ങനെ ദൈവാരാധനയായിട്ട് മാറുമ്പോൾ നാം നമ്മിൽ തന്നെ ദൈവത്തെ അനുഭവിക്കും. സാക്ഷാത്കാര അനുഭവം ഉണ്ടാകും. അന്നം കൊടുക്കുന്നവൻ ദൈവമാണ്. ഒരാൾക്ക് ഭക്ഷണം വിളമ്പുമ്പോൾ നാം ഉയരുന്നത് ദൈവത്വത്തിലേക്കാണ്. മറ്റുള്ളവർക്ക് വേണ്ടി സഹിക്കുമ്പോൾ കുരിശിൽ പിടഞ്ഞു മരിച്ച ക്രിസ്തുവാണ് നമ്മിൽ ജീവിക്കുന്നത്. ക്രിസ്തു അനുഭവത്തിലേക്കാണ് ഉയരുന്നത്. ഉൾക്കാഴ്ച ഉണ്ടായാൽ ഈ സഹനാനുഭവത്തെ ജീവിതത്തിൽ ഏറ്റവും മഹത്തരമായ അനുഭവമായി നമുക്ക് കാണാൻ പറ്റും. ക്രിസ്തുവിലുള്ള സാക്ഷാത്കാര അനുഭവമായിട്ട് കാണാൻ പറ്റും. ഈ സാക്ഷാത്കാരത്തിലേക്ക് എത്താൻ വേണ്ടിയാണ് ജീവിതം എന്ന തിരിച്ചറിവ് നമുക്കുണ്ടായാൽ ചെയ്യുന്ന പ്രവൃത്തികളുടെ ഒക്കെ ബാഹ്യതലത്തിനേക്കാൾ ഉപരി ആന്തരികമായ അതിൻ്റെ നോട്ടം, ആന്തരികമായ അതിൻ്റെ ലക്ഷ്യം ക്രിസ്തുവാണ് എന്നതിലേക്ക് എത്തും. ഈ ഉൾക്കാഴ്ച നിരന്തരമായി നമ്മെ ക്രിസ്തുവിനോട് സ്നേഹത്തിൽ നിലനിർത്തും. ആ സ്നേഹാനുഭവം ജീവിതത്തിൽ ആനന്ദമായിട്ട് മാറും. ഭൗമിക ജീവിതത്തിൽ ഒരു സ്വർഗീയാനുഭൂതിയിൽ ജീവിക്കാൻ നമുക്ക് കഴിയും. അനുഭൂതികളൊക്കെ നമുക്കിഷ്ടമാണ്. അതുകൊണ്ട് ഉയർന്നു പൊങ്ങുന്നതോ കുളിരണിയുന്നതോ അത്ഭുതകരമായ സുഗന്ധം ഉണ്ടാകുന്നതോ അങ്ങനെ അനുഭൂതി തലങ്ങളൊക്കെ നമുക്കിഷ്ടമാണ്. ആത്മീയ അനുഭൂതി എന്നത് ഒരു ഉൾക്കാഴ്ചയിലൂടെ ലഭിക്കുന്നതാണ്. അത് ക്രിസ്തുവിനെ മറ്റുള്ളവരിൽ കാണാൻ കഴിയുമ്പോഴും അവനവനിൽ തിരിച്ചറിയാൻ കഴിയുമ്പോഴും ഉണ്ടാകുന്നതാണ്. മറ്റുള്ളവരിൽ കാണുകയും അവനവനിൽ ക്രിസ്തുവിനെ തിരിച്ചറിഞ്ഞ് അനുഭവിക്കുകയും ചെയ്യുന്നൊരു ജീവിതം ഉണ്ടാകുമ്പോഴാണ് ക്രൈസ്തവ ജീവിതം അതിൻ്റെ പരിപൂർണതാ മാർഗത്തിൽ പുരോഗമിക്കുക. ഈശ്വരറ്റം പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ബാഹ്യമായ കാഴ്ചയേക്കാൾ പ്രധാനപ്പെട്ടതാണ് ഉൾക്കാഴ്ച എന്നറിയണം. ഈ ഉൾക്കാഴ്ച നൽകുന്നത് ക്രിസ്തുവാണെന്നറിയണം. അവനിലാണ് നമ്മുടെ കണ്ണുകൾ പ്രകാശിക്കുന്നതെന്നറിയണം. ക്രിസ്തുവിലൂടെ കാര്യങ്ങളെ കാണാൻ കഴിയണം. യേശു കാണുന്നത് പോലെ കാര്യങ്ങളെ കാണണം. യേശു കാണുന്നത് പോലെ കാര്യങ്ങളെ കാണാൻ തുടങ്ങിയാൽ നമ്മൾ ഇന്ന് ചിന്തിക്കുന്നതിനേക്കാൾ വ്യത്യസ്തമായൊരു കാഴ്ചപ്പാടിൽ നമ്മുടെ ജീവിതത്തെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. നമ്മളിപ്പോൾ ദാരിദ്ര്യാവസ്ഥയിലാണെന്നിരിക്കട്ടെ, സാമ്പത്തികമായ പരിമിതിയിലും കഷ്ടപ്പാടിലുമാണെന്നിരിക്കട്ടെ, നമ്മുടെ കാഴ്ചയിൽ അത് വളരെ മോശപ്പെട്ട കാര്യമാണ്. സമ്പന്നതയാണ് കാഴ്ചയിൽ സുഭഗതയുള്ളത്. അതാണ് കൊള്ളാവുന്നതായിട്ട് നമ്മൾ പരിഗണിച്ചിട്ടുള്ളത് നമ്മുടെ ബാഹ്യമായ കാഴ്ചയിൽ. ആന്തരികമായ കാഴ്ചയിൽ ക്രിസ്തു സമാനം സ്വയമുപേക്ഷ വഴി ആന്തരികമായൊരു ശൂന്യത അനുഭവിക്കണം. ആ ശൂന്യതയ്ക്ക് ദാരിദ്ര്യം നല്ലതാണെന്ന് വന്നാൽ, അവനവൻ്റെ ദാരിദ്ര്യം അവരന് നന്മയായിട്ട് മാറാനുള്ളതായിട്ട് വന്നാൽ, നിശ്ചയമായിട്ടും ഹൃദയത്തിനകത്ത് അനുഭവിക്കുന്ന നിസ്വത ഒരു ആനന്ദ കാരണമായിട്ട് മാറും. ഭാരരഹിതമായ ജീവിതമായിട്ട് മാറും. കാഴ്ചപ്പാട് മാറുമ്പോൾ, ബാഹ്യമായ കാഴ്ചകളെ മറികടന്ന് ആന്തരികതയിലേക്ക് അത് പ്രവേശിക്കുമ്പോൾ, യഥാർത്ഥത്തിൽ ക്രിസ്തുവിനെ ജീവിതത്തിനകത്ത് തിരിച്ചറിയാൻ കഴിയുമ്പോൾ ക്രിസ്തുവിൽ ഒന്നായിത്തീരുന്നതിൻ്റെ ആനന്ദമുണ്ടാകും. സാക്ഷാത്കാര അനുഭവത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയും. യേശു എന്നിൽ തന്നെ എന്ന് തിരിച്ചറിഞ്ഞ് അകമേ വസിക്കുന്ന ഒരുവനിൽ ജീവിക്കാൻ കഴിയുമ്പോഴാണ്, അല്ലെങ്കിൽ ഞാനല്ല ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നതെന്ന ബോധ്യമുണ്ടാകുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതം അർത്ഥപൂർണമായിട്ട് മാറുന്നതും ആനന്ദമയമായിട്ട് മാറുന്നതും. ഈ ലൗകിക ജീവിതത്തിന്റെ വ്യാകുലങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ ആഗ്രഹമില്ലാത്തവരാരാണുള്ളത്? ഈ വ്യാകുലങ്ങളെയൊക്കെ മറികടക്കാൻ താൽക്കാലികമായ നേട്ടങ്ങൾ കഴിയുമെന്ന് കരുതി ഈ താൽക്കാലിക നേട്ടങ്ങൾക്ക് വേണ്ടി നിരന്തരമായി പ്രാർത്ഥിക്കുകയും അധ്വാനിക്കുകയും ചെയ്യുന്നവരല്ലേ നമ്മൾ? ജീവിതത്തിന്റെ ഈ അധ്വാനവും പ്രാർത്ഥനയും ഒക്കെ യഥാർത്ഥത്തിൽ അകമേ വസിക്കുന്ന ഒരുവനെ തിരിച്ചറിയാനാണെന്നും, കഷ്ടതയുടെയും വ്യാകുലത്തിന്റെയും നടുവിൽ കണ്ടുമുട്ടാൻ കഴിയുന്നത് ക്രിസ്തുവിനെയാണെന്നും, ക്രിസ്തുവിനെ പ്രതി അവരനു വേണ്ടി ജീവിതം അർപ്പിക്കാൻ കഴിയുമ്പോൾ അനുഭവിക്കുന്ന ഈ നിസ്വതയും ശൂന്യതയും വാസ്തവത്തിൽ രക്ഷാകരമായ അനുഭവത്തിലേക്കാണ് നയിക്കുന്നതെന്നും ഉത്തമ ബോധ്യമുണ്ടായാൽ, ഒരു ഉൾക്കാഴ്ച ഉണ്ടായാൽ ജീവിതത്തിന്റെ ഭാവം മാറും, ജീവിതത്തിന്റെ സ്വഭാവം മാറും, ജീവിക്കുന്നത് സന്തോഷകരമായ അനുഭൂതിയായിട്ട് മാറും. ഇപ്പോൾ സങ്കടങ്ങളിൽപ്പെട്ടുള്ളുന്ന നമുക്ക് സന്തോഷത്തിലേക്ക് പ്രവേശിക്കാൻ കുറുക്കു വഴിയായിട്ടൊന്നുമില്ല, ഉൾക്കാഴ്ച ഉണ്ടാവുക എന്നാണ്. ഓരോ വേദനകൾ സഹിക്കുമ്പോഴും അത് ക്രിസ്തുവിനോടൊത്തുള്ള സഹനമാണെന്ന് തിരിച്ചറിഞ്ഞാൽ സഹിക്കുന്ന വേദനകളൊക്കെ ക്രിസ്തുവിനെ പ്രകാശിപ്പിക്കും. ക്രിസ്തു ഇപ്രകാരം ഒരു ഉൾക്കാഴ്ചയായിട്ട് മാറുമ്പോൾ, കാഴ്ച ഒരു പ്രധാനപ്പെട്ട കാര്യമായിട്ട് മാറുമ്പോഴാണ് യഥാർത്ഥത്തിൽ യേശു കണ്ടതുപോലെ കാര്യങ്ങളെ കാണാൻ, തിരിച്ചറിയാൻ നമുക്ക് കഴിയുക. അപ്രകാരമുള്ള കാഴ്ചശക്തിയാണ് യഥാർത്ഥത്തിൽ ഭൗമിക ജീവിതത്തെ ആത്മീയതയിലേക്ക് പരിവർത്തിപ്പിക്കുന്നതും ആത്മീയത കൊണ്ട് ഭൗതികതയെ പ്രകാശിപ്പിക്കാൻ ഇടയാക്കുന്നതും.
അതുകൊണ്ട് അകത്തേക്ക് തിരിഞ്ഞു നോക്കാൻ പറ്റുക എന്ന് വെച്ചാൽ ക്രിസ്തുവിലൂടെ കാണാൻ പറ്റുക എന്നർത്ഥം. ഹൃദയം കൊണ്ട് കാണുക. നമുക്ക് പലപ്പോഴും മറ്റുള്ളവരെ ഹൃദയം കൊണ്ട് കാണാൻ കഴിയുന്നില്ല. നമ്മൾ കാണുന്നത് ബാഹ്യമായ കണ്ണുകളിലൂടെയാണ്. ആകാരമാണ് നമ്മൾ കാണുന്നത്. ഈ ആകാരത്തിനകത്ത് ആത്മീയമായ ഒരാളുണ്ടെന്ന്, ക്രിസ്തുവുണ്ടെന്ന് തിരിച്ചറിയാൻ കഴിയണമെങ്കിൽ ആന്തരികമായ കാഴ്ച ഉണ്ടാകണം. അങ്ങനെ ക്രിസ്തുവിൽ അവരെ തിരിച്ചറിയാൻ കഴിഞ്ഞാൽ ഒരുവനോടും വൈരാഗ്യത്തെ നിലനിൽക്കാൻ സാധ്യമല്ല, ഒരുവനെയും എതിർക്കാൻ സാധ്യമല്ല, ഒരുവനോടും വിരോധം പ്രഖ്യാപിക്കാൻ സാധ്യമല്ല. വിദ്വേഷത്തിന്റെ മലകളൊക്കെ ഇടിഞ്ഞ് തകരും. വിദ്വേഷത്തിന്റെ വേരുകളെല്ലാം പിഴുതെറിയാൻ പറ്റും. കാരണം ക്രിസ്തുവിനെ കാണുന്നു. കണ്ണുകൾ കുറവുകളുള്ളവരായി കാണിക്കുന്നവരിലൊക്കെ കണ്ണുകൾ കാണാത്ത ഒരു നന്മയുണ്ടെന്ന് തിരിച്ചറിയാൻ പറ്റും. വിശുദ്ധ കൊച്ചുദേശ പറയുന്നുണ്ട്, മുമ്പിൽ ഒരാൾ തെറ്റ് ചെയ്തതായിട്ട് കാണുമ്പോൾ നമ്മുടെ കണ്ണുകൾ കൊണ്ട് നാം അത് കാണുന്നുവെങ്കിൽ ഓർക്കണം, നമ്മൾ കാണാത്ത 1000 തവണ 1000 ഇരട്ടിയായ പ്രലോഭനങ്ങളിൽ നിന്ന് അയാൾ ജയിച്ചിട്ടുണ്ട്. ഇതേ പ്രലോഭനങ്ങളെ 1000 വട്ടം മുൻപേ ജയിച്ചിട്ടുള്ള ആളാണ് അയാൾ. നമുക്ക് തിരിച്ചറിയാൻ കഴിയാതെ പോകുന്നത് ആന്തരികമായ കാഴ്ചയില്ലാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് യേശു കാണുന്നത് പോലെ കാണാൻ, യേശു കേൾക്കുന്നത് പോലെ കേൾക്കാൻ, യേശു അറിയുന്നത് പോലെ അറിയാൻ, യേശുവിലൂടെ ചുറ്റുപാടുകളെയും ജീവിതത്തെയും തിരിച്ചറിയാൻ കഴിയുക എന്നതാണ് ഉൾക്കാഴ്ച. ക്രിസ്തുവിന്റെ കണ്ണുണ്ടാകുക. നമ്മുടെ കണ്ണുകളെക്കാൾ ശ്രേഷ്ഠമാണ് ക്രിസ്തുവിന്റെ കണ്ണുകൾ. ആ കണ്ണുകളുടെ മുമ്പിൽ ഒന്നും മറഞ്ഞിരിക്കുന്നില്ല. അതുകൊണ്ട് ജീവിതത്തിന്റെ അർത്ഥം വെളിപ്പെടും. ലക്ഷ്യബോധമുള്ളവരായി മാറും. ഭൗമികമായ താല്പര്യങ്ങളെക്കാൾ നിത്യതയുടെ താല്പര്യങ്ങൾ നമ്മെ ഭരിക്കാൻ തുടങ്ങും അകക്കാഴ്ച ഉണ്ടാകുമ്പോൾ. അതുകൊണ്ട് നമുക്കും വിളിക്കേണ്ടതുണ്ട്, ദാവീദിന്റെ പുത്ര കരുണയായിരിക്കണമേ. നമ്മളുടെ കാരുണ്യം വെളിപ്പെട്ടതാണ് ക്രിസ്തുവിൽ. നമുക്കിപ്പോഴത് ബോധ്യമായിട്ടില്ല. നമ്മളതുകൊണ്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്, കർത്താവെ കരുണയായിരിക്കണേ എന്ന്. ദൈവം കരുണയായതാണ് യേശു. അവന്റെ കാരുണ്യമാണ് കുരിശിൽ വെളിപ്പെട്ടത്. യേശു മനുഷ്യനായി ഭൂമിയിൽ അവതരിച്ച് ഈ ലോകം നൽകുന്ന കഷ്ടതകളും സഹനങ്ങളും ഒക്കെ സ്വീകരിച്ച് കുരിശിൽ തന്നെ യാഗമായി അർപ്പിച്ച് മാനവകുലത്തെ വിമോചിപ്പിച്ചു എന്ന പരമാർത്ഥം ഹൃദയബോധ്യമായി ഉണ്ടാവുകയും ആ ബോധ്യതലത്തിൽ നിന്ന് ലോകത്തെ വീക്ഷിക്കാനും കഴിയുമ്പോഴാണ് രക്ഷാകരമായ അനുഭവമായിട്ട് നമ്മുടെ ജീവിതം മാറുക. ഈശ്വരറ്റം പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കേണ്ടതുണ്ട്. ഞങ്ങളുടെ ഉൾക്കാഴ്ച തെളിയിക്കണമേ, അഞ്ജനം എഴുതണമേ, ഹൃദയം കൊണ്ട് കാര്യങ്ങളെ കാണാൻ, ആത്മാവിന്റെ വെളിച്ചത്തിൽ ലോകത്തെ വീക്ഷിക്കാൻ, മറ്റുള്ളവരെ മനസ്സിലാക്കാൻ ഞങ്ങളുടെ അകക്കണ്ണ് തുറക്കണമേ. ദാഹത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ സുവിശേഷത്തിന്റെ അവസാനം പറയുന്നുണ്ട്, ഈ എഴുതിയതൊക്കെ യേശു ദൈവപുത്രനാണെന്ന് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ്. അത് മനസ്സിലാക്കാൻ കഴിയണമെങ്കിൽ, ക്രിസ്തുവിനെ സ്നേഹമായി തിരിച്ചറിയാൻ കഴിയണമെങ്കിൽ ഉൾക്കാഴ്ച ഉണ്ടായേ തീരൂ. വിശുദ്ധ യോഹന്നാൻ ക്രിസ്തുവിനെ അപ്രകാരം കാണുന്നുണ്ട്. വെളിപാടിനെ സംബന്ധിച്ച ഒരു വിദേശ ചലച്ചിത്രത്തിൽ ഒരു രംഗമുണ്ട്. യോഹന്നാൻ പാസ്മോസ് ദ്വീപിൽ വെച്ച് ബലിയർപ്പിക്കുകയാണ്. ഒരു ഗോതമ്പപ്പം എടുത്ത് മുറിച്ച് സ്വർഗസ്ഥനായ പിതാവെ ചൊല്ലി ശിഷ്യർക്ക് കൊടുക്കുന്നു. ശിഷ്യരെ സ്വീകരിച്ച് ഭക്ഷിക്കുന്നു യോഹന്നാനും. എന്നിട്ട് കണ്ണുകൾ അടച്ച് യോഹന്നാൻ ഒരു നിമിഷം വിതുമ്പുന്നുണ്ട്. യോഹന്നാൻ അത് വിതുമ്പുമ്പോൾ ഈ ശിഷ്യൻ ചോദിക്കുന്നു, എന്തു പറ്റി? അയാൾ കാണുന്നത് യോഹന്നാനെയും ഈ മുറിച്ചപ്പത്തെയും മാത്രമാണ്. യോഹന്നാനാകട്ടെ കാണുന്നത് കുരിശിൽ കിടക്കുന്ന ക്രിസ്തുവിനെയാണ്. അവൻ തൻ്റെ അമ്മയെ ശിഷ്യന് നൽകുന്ന കാഴ്ചയാണ്. യോഹന്നാൻ പറയുന്നുണ്ട്, അവന്റെ അമ്മയെ നമുക്ക് തന്നു. കാഴ്ചകൾ ഉൾക്കാഴ്ചകളായി മാറുമ്പോഴാണ് നമ്മുടെ ജീവിത സന്ദർഭങ്ങൾക്കകത്ത് തിളങ്ങുന്ന ക്രിസ്തു അനുഭവം നമുക്ക് സ്വന്തമാവുക. അപ്രകാരം ക്രിസ്തു അനുഭവം സ്വന്തമാകുമ്പോൾ മാത്രമേ നമ്മുടെ സ്നേഹം നിഷ്കളങ്കമാവൂ, നമ്മുടെ ജീവിതം കാരുണ്യത്തിൻ്റെതാവൂ. സഹനങ്ങളിൽ പതറാതെ പിറുപിറുക്കാതെ ദൈവസമക്ഷം സ്വയം സമർപ്പിക്കുന്നതിനുള്ള വേദിയായി അതിനെ തിരിച്ചറിയാൻ കഴിയും. അപ്രകാരം
ആത്മാവിന്റെ ഉയർച്ചയിൽ, ഉൾക്കാഴ്ചയുടെ വെളിച്ചത്തിൽ ക്രിസ്തു അനുഭവത്തിന്റെ പരിപൂർണതയിലേക്ക് ഞങ്ങളെ നയിക്കണമേ എന്ന് ഹൃദയപൂർവ്വം നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.